പത്തനംതിട്ട കിടങ്ങന്നൂരിൽ 2 വിദ്യാർത്ഥികളെ കാണാതായി. നാക്കാലിക്കൽ SVG HSSലെ അഭിരാജ്, അനന്തുനാഥ് എന്നിവരെയാണ് കാണാതായത്. കിടങ്ങന്നൂരിലെ കനാലിന് സമീപത്ത് നിന്ന് ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ഇലവുംതിട്ട പോലീസും ഫയർഫോഴ്സും കനാലിൽ തെരച്ചിൽ നടത്തുന്നു. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദുഷ, വലിയ ഞെട്ടലും ഒപ്പം വലിയ ആശങ്കയും ഉണ്ടാക്കുന്ന വാർത്തയാണ്. അവരുടെ വസ്ത്രങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ കനാലിൽ ആണോ ഇവരെ കാണാതായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്ത് സംശയങ്ങളാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്? പോലീസ് എന്നാണ് പറയുന്നത്. തെരച്ചിൽ എങ്ങനെ തുടരുന്നു നന്ദുഷ? തീർച്ചയായും സൈഫ്, ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് STCയുടെ പരിശീലനം കഴിഞ്ഞ് ഈ നാക്കാലിക്കൽ സ്കൂളിൽ നിന്ന് ഈ കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങിയത്. ഇതിനിടയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഇവർ സംസാരിച്ചു നിൽക്കുകയും അതിനുശേഷം മുടി വെട്ടാനെന്ന പേരിൽ ഇവർ ഇതുവഴി, അതായത് കനാലിന്റെ ഓരത്തോടുള്ള വഴി ചേർന്ന് നടന്നു വരികയായിരുന്നു. അതിനിടെയാണ് ഇവർ കനാലിൽ ഇറങ്ങിയതായി സംശയിക്കുന്നത്. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ 3 കുട്ടികൾ ഇതുവഴി നടന്നു പോകുന്നത്, അതായത് കനാലിന് സമീപത്തുകൂടി കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് പുറകിലൂടെയുള്ള വഴിയിൽ കൂടെ നടന്നു പോകുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ 3ാമത്തെ കുട്ടി ആരെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. 2 കുട്ടികളുടെ ഡ്രസ്സാണ്, അവരുടെ വസ്ത്രങ്ങളാണ് ഈ കനാലിന്റെ കരയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഏറെ വൈകിട്ടും കുട്ടികൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കനാലിന് സമീപത്തു നിന്നും കുട്ടികളുടെ വസ്ത്രം കണ്ടെത്തിയത്. ഏതായാലും നിലവിൽ പോലീസും ആറന്മുള പോലീസും അതോടൊപ്പം വസ്ത്രങ്ങൾ കരക്ക് കണ്ടെങ്കിൽ കുളിക്കാനിറങ്ങിയതാകുമോ? ആ തരത്തിലുള്ള ഒരു കുളിക്കാനിറങ്ങിയതിനിടെ അപകടത്തിൽപ്പെട്ടതാകുമോ? അങ്ങനെയുള്ള നിഗമനങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് നന്ദുഷ? ആ ദിശയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇലവുംതിട്ട പോലീസും ആറന്മുളം പോലീസും പ്രദേശങ്ങളിലും അതോടൊപ്പം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഈ കനാലിലും പരിശോധിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘമാണ് നിലവിൽ കനാലിൽ പരിശോധന നടത്തുന്നത്. ഈ കനാൽ ഒഴുകി പോകുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഷട്ടറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ അടിയാനായി ഈ ഷട്ടറുകളിലും പരിശോധന നടത്തുന്നുണ്ട്. ഏതായാലും കുട്ടികൾ കനാലിൽ ഇറക്കിയെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. 3 കുട്ടികൾ ഉണ്ടായിരുന്നു എന്നും പോലീസിന്റെ ഒരു സംശയത്തിൽ പറയുന്നു. എന്നാൽ 2 കുട്ടികളുടെ മാത്രമാണ് വസ്ത്രവും ചെരുപ്പും കനാൽ തീരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. തിരച്ചിൽ പുരോഗമിക്കുന്നു. കുട്ടികൾക്കായുള്ള തിരച്ചിൽ നാട്ടുകാരും പ്രദേശങ്ങളിൽ നടത്തി വരികയാണ്.